الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തുൽ അംഫാലിലെ 35-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان صلاتهم عند البيت إلا مكاء وتصدية فذوقوا العذاب بما كنتم تكفرون. وما كان صلاتهم അവരുടെ പ്രാർത്ഥനയായിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ നമസ്കാരമായിരുന്നില്ല, ഇൻദൽ ബൈത്തി ബൈത്തിൻ്റെ അടുത്ത്, കഅബയുടെ അടുത്ത്, ഇല്ലാ മുക്കാഅൻ ചൂളം വിളിയല്ലാതെ, വ തസ്ദിയത്തൻ കൈകൊട്ടും, ഫദൂഖുൽ അദാബ് ആയതിനാൽ നിങ്ങൾ ശിക്ഷ ആസ്വദിക്കുക, ബിമാ കുൻതും തക്ഫുറൂൻ നിങ്ങൾ നിഷേധിക്കുന്നത് കൊണ്ട്. ഒന്നുകൂടെ അർത്ഥം പറയാം. വമാ കാന സ്വലാത്തുഹും അവരുടെ നമസ്കാരമായിരുന്നില്ല, ഇൻദൽ ബൈത്തി ബൈത്തിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ കഅബയാണ് ബൈത്ത്, കഅബയുടെ അടുക്കൽ, ഇല്ലാ മുക്കാഅൻ ചൂളം വിളിയല്ലാതെ, ചൂളം വിളിയാണ് മുക്കാ, വ തസ്ദിയത്തൻ കൈകൊട്ട്. ചൂളം വിളി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടല്ലോ, ചെറുപ്പക്കാർക്ക് ഉണ്ടല്ലോ വായിൽ വിരലിട്ട് കാണ്ട് ഇങ്ങനെ ഒരു ഒരു ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ വിളിക്കാൻ ചിലപ്പോൾ ചില ചെറുപ്പക്കാരൊക്കെ അവനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് മുക്കാ. തസ്ദിയത്ത് പറഞ്ഞ കൈകൊട്ട്. ഫദൂഖുൽ അദാബ് ആയതിനാൽ നിങ്ങൾ ശിക്ഷ ആസ്വദിക്കുക, ബിമാ കുൻതും തക്ഫുറൂൻ നിങ്ങൾ നിഷേധിക്കുന്നത് കൊണ്ട്. ഖുറൈശികൾ അറബികൾ പൊതുവിലും കഅബ തവാഫ് ചെയ്യുമ്പോൾ ഇവിടെ സ്വലാത്ത് എന്ന ദുആ എന്നുള്ള അർത്ഥം, തവാഫാണ് മുഖ്യമായും ഉദ്ദേശിക്കുന്നത്. തവാഫ് ചെയ്യുമ്പോൾ ഒരു തരം പ്രകടനം മാതിരി, നമ്മുടെ നാട്ടിലൊക്കെ പാർട്ടികളൊക്കെ പ്രകടനം നടത്തുമ്പോൾ അതിൽ കൈക്കോട്ടുണ്ടാകും, ചൂളം വിളി ഉണ്ടാകും, ആർപ്പ് വിളി ഉണ്ടാകും, എന്ന മാതിരി ഒരു ആഘോഷം, ഒരു ആർഭാടം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്തുണ്ടെങ്കിൽ അത് അല്പം കൂടി വാശിയിലും വീറിലും ആകും. കാരണം എന്താ, നബിയുടെ ദുആ, നബിയുടെ ഖുർആൻ പാരായണം, നബി ഖുർആൻ കേൾപ്പിക്കുന്നത്, നബിയുടെ നമസ്കാരം, അതിനെ അലങ്കോലാക്കുക, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ ഇവർ ചൂളം വിളിച്ച് ആർപ്പ് വിളിച്ച് ഒരു പ്രകടനം തന്നെ. ഇങ്ങനെയൊരു സ്വഭാവം അവരിലുണ്ടായിരുന്നു. നമ്മളെ നാടുകളിലുണ്ടല്ലോ പള്ളികളോടനുബന്ധിച്ച് ചന്ദനക്കുടം നേർച്ചയൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് നടക്കുന്നത്? അത് ഇബാദത്തായിട്ടാണ് പോലും മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? ചെണ്ടമുട്ടുണ്ടാകും, കോൽക്കളി ഉണ്ടാകും, ആർപ്പ് വിളികൾ ഉണ്ടാകും. ഇങ്ങനെ അവരുടെ ഒരു നിലപാടിനെ വിമർശിക്കുകയാണ്. ഖുറൈശികൾക്ക് എന്തുകൊണ്ട് കഅബയുടെ സംരക്ഷകരാകാൻ യോഗ്യതയില്ല എന്നുള്ളതിന് ഒരു ന്യായം കൂടി പറയാൻ. കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞു അവർക്ക് അതിനുള്ള യോഗ്യത ഇല്ല. കാരണം അവർ ചെയ്യണത് എന്താ, കഅബയിൽ നിന്ന് ആളുകളെ തടയുക എന്നുള്ളതാണ്. ഒരു കഅബൻ്റെ മുതലാളിമാരൊന്നുമല്ല, കഅബൻ്റെ മുതലാളിമാരല്ല, കഅബയിൽ വരുന്നവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടവരാണ്. അത് പള്ളികളൊക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അത് പള്ളി കമ്മിറ്റിക്കാരൊക്കെ മനസ്സിലാക്കണം. പള്ളിൻ്റെ മുതലാളിമാരല്ല നമ്മൾ പള്ളിയിൽ ആളുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടവരാണ്. അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമുണ്ട് ഇതിൽ. അതേമാതിരി അവർക്ക് എന്തുകൊണ്ട് കഅബ പരിപാലിക്കാൻ യോഗ്യതയില്ല? അവരുടെ ഇബാദത്തിൻ്റെ സ്വഭാവം അതല്ലേ. ഏത് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് കഅബ നിർമ്മാണത്തിൻ്റെ ഉദ്ദേശ്യം, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടത്, എന്താണ്? അത് ഖുർആൻ തന്നെ നമ്മൾ ഗൗരവമായിട്ട് ഉണർത്തിയിട്ടുള്ളൊരു സംഗതിയാണ്. സൂറത്തു അൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടത്. സൂറത്തു ഇബ്രാഹീമിലെ 37-ാമത്തെ ആയത്ത് നമുക്ക് കൂട്ടത്തിലൊന്ന് നോക്കാം. സൂറത്തു ഇബ്രാഹീമിലെ 37 എന്തിനാണ് കഅബ നിർമ്മിച്ചിട്ടുള്ളത്? അത് വളരെ വ്യക്തമായി ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ടല്ലോ, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ
ഇൻദ ബൈത്തിക്കൽ മുഹറം. അല്ലാഹ്, ഞാൻ എൻ്റെ ഭാര്യ മക്കളെ താമസിപ്പിച്ചിരിക്കുന്നത് കൃഷിയോഗ്യമല്ലാത്ത, കൃഷി തന്നെ ഇല്ലാത്ത നിൻ്റെ ഭവനത്തിൻ്റെ അടുക്കലാണ്. നിൻ്റെ ഭവനത്തിൻ്റെ അടുക്കൽ, അവിടെ കൃഷിയൊന്നുമില്ല. റബ്ബനാ ലിയുഖീമുസ്സലാഹ്, നാഥ അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി. സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്ത് എന്ന് പറയുമ്പോൾ 260-ാമത്തെ പേജിലാണ് അത് വരെ. റബ്ബനാ ലിയുഖീമുസ്സലാഹ്, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഫജ്അൽ അഫ്ഇദത്തം മിനൻ നാസി തഹ്വി ഇലൈഹിം, ആയതിനാൽ ആളുകളുടെ മനസ്സിനെ അങ്ങോട്ട് ആകർഷിക്കണം, അങ്ങോട്ട് ചായണം ആളുകളുടെ മനസ്സ്. വർസുഖ്ഹും മിനസ് സമറാത്തി, അവർക്ക് ഫലവും പഴവും റിസ്ക്കായി നൽകണം. ലഅല്ലഹും യഷ്കുറൂൻ, എന്നാൽ അവർ നന്ദിയുള്ളവരാകും. അങ്ങനെയുള്ള അടിമകളാക്കി മാറ്റണം. അപ്പോൾ ലിയുഖീമസ്വല, അതാണ് ഇഖാമത്തു സ്വലയാണ് അതിൻ്റെ ഉദ്ദേശം. അതിനാണ് ഞാൻ എൻ്റെ മക്കളെ താമസിപ്പിച്ചത്. അപ്പോൾ കഅബ നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്താണ് കഅബയുടെ മുഖ്യ ഉദ്ദേശം? എന്താണ്? ഇഖാമത്തു സ്വല. അത് അവിടെ നടക്കണം. അവിടെ നടക്കണില്ല. അത് നടത്തുന്നവരെ പ്രയാസപ്പെടുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് ആ കഅബയുടെ സംരക്ഷകരാകാൻ യോഗ്യതയില്ല. അവരതിൻ്റെ മുതലാളിമാർ ചമയാണ്, ഉടമകൾ ചമയാണ്. അതിൻ്റെ ഉടമയാരാണ്? അള്ളാഹുവാണ്. പള്ളികളുടെ ഒക്കെ ഉടമയാരാണ്? അള്ളാഹുവാണ്. പിന്നെ പള്ളി കമ്മിറ്റി വേണം. അവരുടെ ബാധ്യത എന്താണ്? ഒരു പള്ളിക്ക് ആവശ്യമായ സംരക്ഷണങ്ങൾ ഒരുക്കുക, പള്ളിയിൽ വരുന്നവർക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും സൗകര്യവും ഒരുക്കുക. അതാണ് ഇബാദത്ത്. അതാണ് അവന് മനസ്സിലാക്കാതെ പോയത് എന്ന് സൂചിപ്പിക്കുക. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി, ബൈത്തിൻ്റെ അടുക്കൽ അവരുടെ സ്വലാത്ത്. അപ്പോൾ അതിന് നമുക്ക് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ, അവിടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അല്ലെങ്കിൽ അവരുടെ ദുആ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വാക്കർത്ഥം യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്നുള്ള അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദുആ എന്നാണ്, പ്രാർത്ഥന എന്നാണ്. പിന്നെ നമ്മൾ നമസ്കാരം പ്രാർത്ഥന ആയതുകൊണ്ട് നമസ്കാരത്തിന് അത് നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുക. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി, ബൈത്തുല്ലാഹിൽ ഹറം എന്നൊക്കെ പറഞ്ഞാൽ കഅബയാണ്. പള്ളികൾക്കും അത് തന്നെയാണ് പറയുക. ബൈത്തുള്ള എന്ന് പറഞ്ഞാൽ പള്ളിയാണ്. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി, പള്ളിയുടെ കഅബയുടെ അടുക്കൽ വെച്ച് അവരുടെ പ്രാർത്ഥന ആയിരുന്നില്ല. ഇല്ലാ മുക്കാഅൻ, ചൂളം വിളിയും, വതസ്ദിയത്തുൻ, കൈകൊട്ടുമല്ലാതെ. ഇങ്ങനെ ഒരു തരം ആർപ്പും വിളിയും ഒരു തരം പ്രകടനവുമായിരുന്നു അവരുടെ തവാഫ്. ഫദൂഖുൽ അദാബ്, അതുകൊണ്ട് യദൂഖുന, ആസ്വദിക്കുക, അനുഭവിക്കുക. വാക്കിനകത്ത് ആസ്വദിക്കുക എന്നാണ്. ഫദൂഖു, ആയതിനാൽ നിങ്ങൾ ആസ്വദിക്കണം. അൽ അദാബ, ശിക്ഷ. എന്താണ് അവർക്ക് ശിക്ഷ? ദുനിയാവിൽ അവർക്ക് പതുക്കെ അവരെ അതിൻ്റെ സംരക്ഷണയിൽ നിന്ന് അള്ളാഹു മാറ്റി നിർത്തുകയാണ്. മക്ക വിജയത്തോട് കൂടിയിട്ട് പൂർണ്ണമായും ഏതൊരാളെ തടയാൻ, ഏതൊന്നിനെ തടയാൻ പാടുപെട്ടുവോ അവരുടെ കൈകളിൽ കഅബയുടെ സംരക്ഷണം അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശ്വാസികളുടെയും കയ്യിൽ അല്ലാഹു തആല കഅബയുടെ സംരക്ഷണം ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കീഴിൽ വരികയാണ്. അങ്ങനെ കഅബ കേന്ദ്രമാക്കിക്കൊണ്ട് ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം, ഇസ്ലാമികമായ ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നു. അതാണ് അവർക്കുള്ള ശിക്ഷയായിട്ട് ദുനിയാവിലുള്ളത്. പരലോകത്തെ ശിക്ഷ നമ്മൾ പറയേണ്ടതില്ല, അത് വേറെ അവർക്ക് കിട്ടും. അവരെ അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്തത്തിൽ നിന്ന് അല്ലാഹു തആല മാറ്റി നിർത്തുകയും ആരെ അതിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചുവോ, ആരെ ഒറ്റപ്പെടുത്തിയോ, ആരെ നാട് കടത്തിയോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വാസികൾക്ക് കഅബയുടെ നിയന്ത്രണാധികാരം അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണ അവകാശം, അധികാരം ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഖുറൈശികൾക്ക് ദുനിയാവിൽ കിട്ടിയ ശിക്ഷ. ഫദൂഖുൽ അദാബ്, അതാണ് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക. പിന്നെ അവർക്ക് നബിയുടെ കയ്യാലുണ്ടായ പരാജയം, സാമൂഹ്യമായ നേതൃത്വത്തിൽ നിന്ന്, സമൂഹ നേതൃത്വത്തിൽ നിന്ന് അവർ നിഷ്കാസനം ചെയ്യപ്പെടുകയും ആ സ്ഥാനം, അതിലുപരി സ്ഥാനം, അവരുടെയും വിശ്വാസികളുടെയും പരിസര പ്രാന്ത പ്രദേശങ്ങളിലുള്ളവരുടെയും ഒക്കെ നായകത്വം, നേതൃത്വം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അർപ്പിതമാവുകയും ചെയ്തു എന്നാണ് പിൽക്കാലത്തുണ്ടായത്. അതൊക്കെയാണ് അവർക്കുള്ള ശിക്ഷ. ഫദൂഖുൽ അദാബ്, പരലോക ശിക്ഷ അത് വേറെ ഉണ്ടാകും. ബിമാ കുൻതും തക്ഫുറൂൻ, എന്തുകൊണ്ട് നിങ്ങൾ ഈ മുഹമ്മദ് നബി ഓതി കേൾപ്പിക്കുന്ന ഖുർആനിനെ
പലപ്പോഴും അള്ളാഹുവിനെ തന്നെയും അള്ളാഹുവിൻ്റെ നിയമത്തെ ഒക്കെ നിഷേധിക്കുന്നത് കൊണ്ട് ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ കാഫിറുകളായതുകൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുന്ന, അവൻ്റെ ഖുർആനിനെ അംഗീകരിച്ചും ആദരിച്ചും അനുസരിച്ചും ജീവിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.